നമസ്കാരം എവരിവൺ, ഞാൻ അഡ്വക്കേറ്റ് അനില ജയപ്രകാശ്. എല്ലാവർക്കും ലീഗൽ ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങിയാൽ ആധാരം രജിസ്റ്റർ ചെയ്ത നിമിഷം മുതൽ തന്നെ ആ വസ്തു നമ്മുടേതായി മാറുന്നു എന്നൊരു ധാരണ നമുക്കിടയിലുണ്ട്. പക്ഷേ ഈ ധാരണയെ തന്നെ തിരുത്തിക്കൊണ്ട് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായൊരു നിയമനിലപാട് എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി പറയുന്നത് ഇതാണ്: ആധാരം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ആ വസ്തുവിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല. ഈ വിധിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ആദ്യം രജിസ്ട്രേഷൻ എന്നത് ലളിതമായി മനസ്സിലാക്കണം. രജിസ്ട്രേഷൻ എന്നത് ഒരു വസ്തു വിൽപ്പന നടന്നു എന്ന് സർക്കാർ രേഖപ്പെടുത്തുന്ന ഒരു നടപടി മാത്രമാണ്. വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിൽ നടന്ന ഇടപാട്. ഒരു ഔദ്യോഗിക രേഖയായി ഇത് സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ സുപ്രീം കോടതി വ്യക്തമായി പറയുന്നു, രജിസ്ട്രേഷൻ ഒരു രേഖയാണ്, അത് ഉടമസ്ഥാവകാശം സൃഷ്ടിക്കുന്നില്ല. ഉടമസ്ഥാവകാശം ഉണ്ടാകുന്നത് നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായി കൈമാറുമ്പോഴാണ്. കോടതി ഇതും പറയുന്നു, ഒരു ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൂടെ ആ വ്യക്തിക്ക് എല്ലാ സാഹചര്യങ്ങളിലും ആ വസ്തുവിൽ അവകാശം ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കുന്നത് ഒരു വകുപ്പിലൂടെ അല്ല. രജിസ്ട്രേഷൻ വകുപ്പ് ഇടപാട് രേഖപ്പെടുത്തുന്നു. എന്നാൽ ആ ഭൂമി സർക്കാർ കണക്കിൽ ആരുടെ പേരിലാണ് എന്ന് തീരുമാനിക്കുന്നത് റവന്യൂ വകുപ്പാണ്. ഈ വിധി വന്നതിന്റെ കാരണം തന്നെ രാജ്യത്ത് ഉണ്ടായിരുന്ന വലിയ ദുരുപയോഗങ്ങളാണ്. പലരും രജിസ്റ്റർ ചെയ്ത രേഖകൾ മാത്രം കാണിച്ച് ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെട്ടു. പക്ഷേ സർക്കാർ രേഖകളിൽ മറ്റൊരാളുടെ പേരായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ടൈറ്റിൽ എന്നത് ഒരു ആധാരത്തിൽ നിന്നല്ല, സമ്പൂർണ്ണ നിയമരേഖകളുടെ കൂട്ടത്തിലൂടെയാണ് തെളിയിക്കപ്പെടേണ്ടത്. കോടതി വളരെ വ്യക്തമായി ഒരു കാര്യം കൂടെ പറഞ്ഞു: രജിസ്ട്രേഷൻ ഒരു ഇടപാടിന് ഔദ്യോഗികത നൽകുന്നു, അത്രമാത്രം. എന്നാൽ ഈ ഇടപാട് വഴി വസ്തുവിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി കൈമാറിയോ എന്ന് പരിശോധിക്കേണ്ടത് മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാലാണ് പോക്കുവരവ് പോലുള്ള നടപടികൾ അത്രയും പ്രധാനമാകുന്നത്. പോക്കുവരവ് നടക്കാതെ സർക്കാർ രേഖകളിൽ പുതിയ ഉടമയുടെ പേര് വരാത്തിടത്തോളം ആ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമല്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഇത് ഒരു വലിയ മുന്നറിയിപ്പാണ് സാധാരണ ജനങ്ങൾക്ക്. കാരണം ജീവിത സമ്പാദ്യം മുടക്കി ഒരു ഭൂമി വാങ്ങുന്ന ഒരാൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് കരുതിയാൽ അയാൾ വലിയ അപകടത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഒരു തർക്കം വന്നാൽ കോടതി ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ പേരിൽ റവന്യൂ രേഖകൾ ഉണ്ടോ, കരം അടച്ചിട്ടുണ്ടോ, പോക്കുവരവ് കഴിഞ്ഞോ, ഈസി പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ്. ഇതിലൊന്നിനും ഉത്തരമില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ആധാരം മാത്രം നിങ്ങളെ രക്ഷിക്കില്ല. അതുകൊണ്ടാണ് ഈ സുപ്രീം കോടതി വിധി നമ്മളോട് പറയുന്നത്, രജിസ്ട്രേഷൻ ഒരു തുടക്കം മാത്രമാണ്, അവസാനമല്ല. ഭൂമി യഥാർത്ഥത്തിൽ നിങ്ങളുടേതാകുന്നത് സർക്കാർ രേഖകളിൽ നിങ്ങൾ ഉടമയായി അംഗീകരിക്കപ്പെടുമ്പോഴാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് കയ്യിലുള്ളത് ഒരു പേപ്പർ മാത്രമാണ്, പൂർണ്ണ അവകാശം അല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. This is Advocate Anila Jayprakash. Thank you. See you in next video.